അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരു അവധിക്കാലം വന്നിരിക്കുകയാണ്. അവധിക്കാലത്തിൽ നമ്മുടെ മക്കളെ രക്ഷകർത്താക്കൾ എന്ന നിലക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഏകദേശം 3-3.5 വയസ്സ് മുതൽ തന്നെ അവരുടെ പഠനകാലം ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ പഠനകാല സമയത്ത് കൂടുതൽ സമയത്തും സ്കൂളിലും കോളേജിലുമൊക്കെയാണ് അവർ കഴിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സമയം അധ്യാപകരോടൊപ്പവും വിദ്യാർത്ഥികളോടൊപ്പവും ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് അല്ലെങ്കിൽ വ്യക്തിത്വ രൂപീകരണത്തിന് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമൊന്നുമില്ല എന്ന് ധരിക്കുന്ന പല രക്ഷകർത്താക്കളെയും നമുക്ക് കാണാൻ സാധിക്കും. അതൊരിക്കലും ശരിയായ ഒരു രൂപമല്ല. എന്നാൽ വെക്കേഷൻ കാലം എന്ന് പറയുമ്പോൾ ആ മക്കൾ കൂടുതൽ സമയവും നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷകർത്താക്കളും മക്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഉത്തരവാദിത്വം
അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്. ചിലരെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നത് മക്കൾക്കുള്ള ഭക്ഷണവും അവർക്കുള്ള പാനീയവും അതുപോലെ അവരുടെ വസ്ത്രവും അവരുടെ പഠനത്തിനുള്ള ചെലവും ഇതൊക്കെ നിർവഹിക്കുമ്പോൾ രക്ഷകർത്താക്കൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു, അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് ധരിച്ച ആളുകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്നത് നമ്മുടെ മക്കളെ മതബോധമുള്ള, ദീനീ ബോധമുള്ള, പടച്ചതമ്പുരാനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുള്ള ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തമായി, ബാധ്യതയായി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അവധിക്കാലം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ സമയത്തെ അശ്രദ്ധ അത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്താൻ കാരണമാകും എന്നത് നമ്മൾ തിരിച്ചറിയണം. ഒഴിവു സമയത്തെ അള്ളാഹു അനുഗ്രഹമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാ. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അധികം ആളുകളും വഞ്ചിതരായി പോകുന്ന, അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അതൊന്ന് സിഹത്ത്, അവന്റെ ആരോഗ്യമാണ്, വൽ ഫറാ, അവന്റെ ഒഴിവു സമയമാണ്. അത് രണ്ടും അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സമയം എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, അതോടൊപ്പം നമുക്ക് നൽകിയ ഉത്തരവാദിത്വവുമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ ഉപദേശിക്കുമ്പോൾ, ഒരു മനുഷ്യന് കൊടുക്കുന്ന ഉപദേശത്തെ കുറിച്ച് ഹദീസുകളിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലിൻ വഹുവ യഅദുഹു. ഒരു മനുഷ്യന് പ്രവാചകൻ കൊടുക്കുന്ന വളരെ പ്രസിദ്ധമായ, വളരെ പ്രധാനപ്പെട്ട 5 ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങളിൽ ഇഅ്തനി ഖംസൻ ഖബല ഖംസി, നിന്റെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിനും വരുന്നതിനു മുമ്പ് 5 കാര്യങ്ങൾ നീ കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു. ശബാബക ഖബല ഹറമിക, പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം. വസിഹത്തക ഖബല സഖമിക, രോഗിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം. അതുപോലെ തന്നെ വഇനാക ഖബല ഫഖ്രിക, ദാരിദ്ര്യം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഐശ്വര്യമായിട്ടുള്ള നിന്റെ അവസ്ഥ. അതിനോടൊപ്പം പ്രവാചകൻ 4ാമതായി ചേർത്ത് പറഞ്ഞ വിഷയമാണ് വഫറാഅക ഖബല ശുഅലിക, നീ തിരക്കാകുന്നതിന് മുമ്പ്, ബിസിയാകുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ വരുന്ന സമയങ്ങൾ, ഒഴിവു സമയങ്ങൾ. വഹയാതക ഖബല മൗതിക, എല്ലാത്തിന്റെയും അവസാനം മരണം കടന്നു വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതാവസ്ഥ. ഇതൊക്കെ കൃത്യമായി ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് പ്രവാചകൻ ആ ഉപദേശത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ പ്രവാചകൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജീവിതത്തിലെ ഒഴിവു സമയങ്ങൾ, ഒഴിവു കാലങ്ങൾ. എല്ലാവർക്കും ജീവിതത്തിൽ ഒഴിവു സമയം വരാറുണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവു സമയം ഉണ്ടാകാറുണ്ട്. വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിൽ അവർക്കും ഒഴിവു സമയം, അവരുടെ ജോലി സമയം കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങൾ വരാറുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ പഠന സമയം കഴിഞ്ഞാൽ ഒഴിവു സമയം, അതുപോലെ വർഷത്തിൽ വെക്കേഷൻ കാലഘട്ടം ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഒഴിവു സമയങ്ങൾ വരാറുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ സമയം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഒരു അമാനത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയ സമ്മാനമാണ്. ഖുർആൻ മക്കളെ കുറിച്ച് ഫിത്ന എന്നും സമ്മാനം എന്നും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ മക്കൾ ഫിത്നയാകാം, ആ മക്കൾ നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൺകുളിർമയായ മക്കളായി, സമ്മാനമായി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നിടത്താണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. സാലിഹായ മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തുക എന്നത് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലെ 6ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അല്ലാഹു പറയാണ്, ഖു അൻഫുസക്കും വ അഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ അഹ്ലിനെയും നിങ്ങളുടെ കുടുംബത്തെ, ഭാര്യയെ, മക്കളെ അടങ്ങുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് നിങ്ങൾ കാക്കണം. വഖൂദുഹൻ നാസു വൽ ഹിജാറ, ആ നരകം എങ്ങനെയുള്ള നരകമാണ്?
മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകം എന്നാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കല്ലുകൾ ഇന്ധനമായി കത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഗ്യാസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ പഴയ അടുപ്പിലേക്കൊക്കെ ആളുകൾ പാചകമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് കല്ലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് പാചകം ചെയ്യുക. എത്രയോ വർഷങ്ങള് നമ്മൾ തീ കത്തിച്ചാലും ആ കല്ല് കത്താറില്ല. പാചകം ചെയ്യുമ്പോൾ അത്ര കട്ടിയാണ് കല്ലിന്. നമ്മൾ പറയാറുണ്ട് നിന്റെ മനസ്സ് കല്ല് പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. എന്താ കാരണം? കട്ടിയുള്ള ഒരു വസ്തുവാണ് കല്ല് എന്ന് നമുക്കറിയാം. ആ കല്ലുകളും മനുഷ്യനും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകം എന്ന് പറയുമ്പോൾ ആ നരകത്തിന്റെ ഭയാനകത, ആ തീയുടെ ചൂട് എത്ര കഠിനമായിരിക്കും. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഭാര്യയെയും ഒക്കെ നിങ്ങളുടെ മാതാപിതാക്കളെയും അടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തെ സംരക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, മഹാനായ അലി ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കുടുംബത്തോടും കൽപ്പിക്കണം. അള്ളാഹിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ നിന്ന് അതിനെ തടഞ്ഞു നിർത്താൻ, അവരെ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുകയും അവരെ കൽപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് കൊടുക്കണം എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം, ദീനുൽ ഇസ്ലാമിന്റെ സ്വഭാവ സംസ്കരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, പ്രവർത്തന രീതികൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ദീനിന്റെ വഴിയിലൂടെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുക എന്ന ബാധ്യത, ഉത്തരവാദിത്വം അള്ളാഹു ഒരു കുടുംബനാഥൻ എന്ന നിലക്ക്, മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാരഥന്മാരായ സ്വഹാബിമാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഉണ്ടാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതിന് ഈ അവധി കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ കടന്നു പോകാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ വിഷയം, എത്ര സമയമുണ്ട് നമ്മുടെ മക്കൾക്ക് ഒഴിവ് സമയം നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വീട്ടിലുള്ളത്? 2 മാസമുള്ളവരുണ്ട്, 1 മാസം അവധി വീണ്ടും ക്ലാസ് തുടങ്ങുന്നവരുണ്ട്. ആ സമയത്തെ കൃത്യമായി മാനേജ്മെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളുടെ മക്കളുടെ കഴിവുകളെ നമ്മൾ കണ്ടെത്തണം. ഇതൊന്നും അറിയാതെ ചിന്തിക്കാതെ നടക്കുന്നവരാകരുത്. പല കഴിവുള്ള, വരയ്ക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാകും, പാടാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാകും, അതുപോലെ നിർമ്മാണ കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാകും. അവർക്ക് വേണ്ടുന്ന കളിക്കാനുള്ള സമയത്തെ നമ്മൾ ഒരുക്കണം, അവർക്ക് വേണ്ടുന്ന കളിക്കോപ്പുകൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അവർക്ക് ഒഴിവു സമയങ്ങളിൽ നമ്മുടെ ഗ്രൗണ്ടുകളിലൊക്കെ കളിക്കാനുള്ള സംവിധാനങ്ങളെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് ആരാധനകളും മറ്റ് ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യത്തെ നമ്മൾ അനുകൂലമാക്കാനുള്ള ഒരു പ്ലാൻ, അവധിക്കാല പ്ലാൻ കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം അവർക്ക് വായിക്കാൻ കഴിയുന്ന നല്ല പുസ്തകങ്ങൾ, അത് ഇസ്ലാമികമായ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും വായനാശീലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങൾ അവരും കൂടി ചേർത്തുകൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്ക് അതിനോട് കൂടുതൽ താല്പര്യവും ഇഷ്ടവും ഉണ്ടാക്കുന്ന രൂപത്തിൽ, ഇപ്പൊ വീട് വൃത്തിയാക്കുക അല്ലെങ്കിൽ പള്ളി വൃത്തിയാക്കുക, ഇത്തരം കാര്യങ്ങളിൽ അവരെയും ചേർത്ത് അതിൽ കൊണ്ടുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. ആ നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു തർബിയത്ത് ഉണ്ടാക്കാൻ ഈ സമയത്തെ കൃത്യമായി പ്ലാൻ ചെയ്യാനുള്ള ഒരു ശ്രമം മാതാപിതാക്കളെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. രണ്ടാമത്തെ ഒരു വിഷയം അതുപോലെ ആരാധനാ വിഷയങ്ങളാണ്. ഇബാദത്തിന്റെ വിഷയങ്ങൾക്ക് ഒരു പ്രോത്സാഹനം നമ്മൾ നൽകണം. നമ്മളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളെ അവധിയാണ്, അല്ലെ അവർ വീട്ടിൽ നിന്നോട്ടെ, അവർക്ക് നമസ്കാരം നിർബന്ധമില്ലല്ലോ, ഇങ്ങനെയൊക്കെ അല്ലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മളോടൊപ്പം അവരെയും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ജമാഅത്തിൽ അവരെയും നമ്മുടെ കൂടെ കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുർറു ബിസ്സബീ ബിസ്സലാ, നമസ്കാരം കൊണ്ട് കുട്ടികളോട് കൽപ്പിക്കണം എന്നാണ്. ഇദാ ബലഅ 7 സിനീൻ, 7 വയസ്സ് വരെ 7 വയസ്സ് മുതൽ കുട്ടികളോട് നമസ്കാരം കൽപ്പിക്കണം.
10 വയസ്സായി കഴിഞ്ഞാലോ എന്നിട്ട് അവർ നമസ്കരിച്ചില്ലെങ്കിൽ അവർ ചെറിയ ശിക്ഷാ നടപടികൾ എടുക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 3 വർഷക്കാലം അങ്ങനെ ഒരു ദിവസം 5 തവണ നമസ്കാരം കൽപ്പിക്കുന്ന ഒരു പിതാവോ ഒരു മാതാവോ നമ്മളാണെങ്കിൽ ആ മക്കൾ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ടി വരില്ല, അവരവരുടെ ജീവിതത്തിൽ പാലിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ശിക്ഷണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് കൊടുക്കുന്ന വളരെ സാരമായ ഉപദേശങ്ങളുണ്ട്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ച്, അഹങ്കാരി എന്നല്ല, കുരുത്തം കെട്ടവനെ എന്നല്ല, ആ നിലയ്ക്കുള്ള ഒരു പ്രയോഗങ്ങളല്ല മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അല്ലയോ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകണം. യാ ബുനയ്യ അഖിമുസ്സലാത്ത്, അതിലെ പ്രധാനപ്പെട്ട ഒരു ഉപദേശവും അതാണ്, നമസ്കാരം അത് കൃത്യമായി പാലിക്കണമേ എന്ന് ചെറിയ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിനെയും ഈ സംഭവങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് കുട്ടികളെ പള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അദ്ദേഹം പറയാണ് പള്ളികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. അതുപോലെ തന്നെ അവരെ നമസ്കാരത്തിൽ പങ്കെടുപ്പിക്കണം. അത് മാത്രമല്ല, ആ പള്ളിയിലുള്ള മറ്റൊരുപാട് നന്മകളുണ്ട്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതവർ കാണുകയും ആ നന്മകളിലൊക്കെ ഭാഗമാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഘട്ടം ഘട്ടമായി അവളെ വളർത്തിക്കൊണ്ടുവരണം. നമുക്ക് സമൂഹത്തിൽ അദ്ദേഹം പറയാണ് 2 തരത്തിലുള്ള തർബിയത്ത് കാണാൻ സാധിക്കും. ഒന്ന് തർബിയത്തു സഹീഹ, ശരിയായ തർബിയത്തുണ്ട്, ശരിയായ ശിക്ഷണമുണ്ട്. രണ്ടാമത്തത് തർബിയത്തു സയ്യിഅ, വളരെ മോശപ്പെട്ട ശിക്ഷണവുമുണ്ട്. എന്നിട്ട് ശരിയായ ശിക്ഷണത്തിന് അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഇതാണ്: ഇതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ മക്കളെ പള്ളിയിൽ കൊണ്ടുവരികയും നന്മകളിൽ സഹകരിപ്പിക്കുകയും അത് കാണിക്കുകയും ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ശിക്ഷണം, അതാണ് യഥാർത്ഥ ശിക്ഷണം എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവൻ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവനെ വിരിപ്പിൽ ഉപേക്ഷിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകരുത്. കാരണം അതൊരു മോശം ശിക്ഷണമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു റിഫ്ക്, അതുപോലെ തന്നെ നമ്മുടെ ഒരു റഹ്മത്ത്, നമ്മുടെ ഒരു കാരുണ്യവും ദയവും ഒക്കെ വിചാരിച്ചിട്ട് കുട്ടിയല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ, ഇപ്പൊ അവനെ വിളിച്ചുണർത്തേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ധരിച്ച് അവൻ നമസ്കാരം നിർബന്ധമല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സൗമ്യത വിചാരിച്ചുകൊണ്ട് അങ്ങനെ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരാതെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് മഹാനായ സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആരാധനാ വിഷയങ്ങളിലെ ഒരു കണിശത അവരെ പഠിപ്പിക്കാൻ ചെറുപ്രായം മുതൽ തന്നെ നമ്മൾ തീരുമാനിക്കണം. അതോടൊപ്പം കുടുംബ സന്ദർശനങ്ങൾ, ഇന്നത്തെ കുട്ടികൾക്ക് കുടുംബക്കാരെ അറിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും കൂടുതൽ പോയ പാപ്പാടെ ജ്യേഷ്ഠനോ അനുജനോ ഉമ്മാടെ സഹോദരങ്ങളോ ഇവരെയൊക്കെ അറിയാമെന്നല്ലാതെ അതുപോലെ അറിയാത്തവരുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കുടുംബ ബന്ധം, ആരൊക്കെയാണ് ബന്ധത്തിലുള്ളത് എന്നൊന്നും അറിയാത്ത, രക്തബന്ധം അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരികയാണ്. അവരവരെ വീടും അവരെ മാതാപിതാക്കളും ഫോണും ഇങ്ങനെ ഒരു പ്രത്യേക ലോകത്ത് മാത്രം, സ്കൂള് വീട് ഇത് മാത്രമായി ജീവിച്ചു പോകുമ്പോൾ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട കുടുംബക്കാരെ തിരിച്ചറിയാൻ കഴിയാത്ത, ആ ബന്ധത്തിന്റെ പ്രാധാന്യം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ വളർന്നു വന്നാൽ നാളത്തെ ഒരു അവസ്ഥ എന്താകും എന്നുള്ളത് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ പ്രവാചകൻ പറഞ്ഞ ഹദീസ് നമ്മൾ ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കൊണ്ടിരിക്കാൻ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, എന്താ പറഞ്ഞത്? അന്ത്യദിനത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനാണെങ്കിൽ, ഒരു മുസ്ലിം ആണെങ്കിൽ ഫല്യസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർക്കണം എന്നാണ്. അതൊരു നിസാരപ്പെട്ട കാര്യമല്ല, അത് വളരെ ഇസ്ലാമിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബിമാരുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നു നബിയുടെ അടുത്ത്. ജാ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ദുല്ലിനി അലാ അമലിൻ അഅമലുഹു യുദ്നീനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. പ്രവാചകനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന കാര്യം എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഗൗരവമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് മോചിതമാകാനുമുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കാൻ. ഒന്ന് പറഞ്ഞു, നീ അള്ളാഹിനെ പങ്കു ചേർക്കരുത്, തൗഹീദാണ്, അത് ഉണ്ടാകണം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ. രണ്ടാമത് പറഞ്ഞു, തുഖീമുസ് സ്വലാത്ത്, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം, വതുഅ്തു സകാത്ത്, സകാത്ത് നീ കൊടുക്കണം. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ നാലാമതായി പറഞ്ഞ വിഷയം നിന്റെ കുടുംബ ബന്ധം ചേർക്കണമെന്നാണ്. എന്താണ് ആ ഒരു സ്ഥാനം അവിടെ വരാൻ കാരണം? ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലെ? നമ്മളൊക്കെ അത് മനസ്സിലാക്കണം. നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാകും കുടുംബ ബന്ധം വിച്ഛേദിക്കൽ. ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഇല്ലേ, നിസാരപ്പെട്ട ഈഗോയുടെ പേരിൽ വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ, ഫോൺ വിളിക്കേണ്ടതാണെങ്കിൽ ഫോൺ വിളിക്കുക, സലാം പറയേണ്ടതാണെങ്കിൽ അങ്ങോട്ട് സലാം പറയുക.
വിട്ടുകൊടുക്കേണ്ടതാണെങ്കിൽ മാപ്പ് കൊടുക്കേണ്ടതാണെങ്കിൽ മാപ്പ് കൊടുക്കുക. ഒരിക്കലും കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. അത് ചേർത്ത് വെക്കണം എന്നത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ആ മനുഷ്യൻ മടങ്ങിപ്പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ തമസ്സക ബിമാ അമറ ബിഹി ദഖലൽ ജന്ന. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം സൽസ്വഭാവം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ, നല്ല സ്വഭാവത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം. റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ. നരകത്തെ തൊട്ട് ഹറാമാക്കുന്ന ചില ആളുകളുണ്ട്, അവരെ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. ബിമൻ തഹ്റുമു അലൈന്നാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, നരകത്തിൽ നിന്ന് ഹറാമാക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുല്ലു കരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹലിൻ. എല്ലാ ലോലമനസ്കനും അതുപോലെ തന്നെ വഴക്കമുള്ളവനും വിനയമുള്ളവനും ലാളിത്യമുള്ളവനും സുമനസ്കനുമായ മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകം അവർക്ക് ഹറാമാണെന്നാണ്. സൗമ്യമായ മനസ്സ്, ഇല്ലേ, ഒരുപാട് ആർഭാടങ്ങളില്ലാത്ത, അഹങ്കാരമില്ലാത്ത ജീവിതം ജീവിക്കുന്ന സ്വഭാവം, എല്ലാവരോടും വിനയം കാണിക്കുന്ന സ്വഭാവം, ഇതൊക്കെയുള്ള ആളുകൾ, ലാളിത്യമുള്ള സ്വഭാവം, സുമനസ്കരായ മനുഷ്യർ, അത്തരം നല്ല സ്വഭാവങ്ങൾ, നല്ല സൽസ്വഭാവങ്ങൾ ഉള്ളവർ, അവർ നരകം ഹറാമാണ് അവർക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ ഈ സ്വഭാവത്തിൽ തന്നെ കുട്ടികൾ, അവർ ചെറുപ്രായത്തിലുള്ള സ്വഭാവങ്ങളാണ് വലുതാകുമ്പോൾ പ്രതിഫലിക്കുക. അത് ആ നിലയ്ക്ക് കൊണ്ടുവരാൻ കഴിയണം. അതുപോലെ കുട്ടികൾക്ക് എല്ലാത്തിനും വാശിയാണ്, വൈരാഗ്യമാണ്, പ്രതികാര മനോഭാവങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ മാറ്റാൻ യഥാർത്ഥ ശക്തൻ ആരാണെന്ന് പ്രവാചകൻ കൃത്യമായി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ലൈസ ശദീദു ബിസ്സുർഅ. ദേഷ്യം വരുമ്പോൾ വലിപ്പിടുത്തത്തിൽ മറ്റവനെ അടിച്ചു പരാജയപ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തിവാൻ എന്ന് പറഞ്ഞാൽ, വഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ജീവിതത്തിൽ കോപമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് നിങ്ങളിലെ ഏറ്റവും ശക്തൻ എന്ന പ്രവാചക അധ്യാപനം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് കഴിയണം എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ പോലും ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കില് വൃദ്ധരായ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അതിനനുസരിച്ച് പാരായണം ചെയ്യുന്നതൊക്കെ പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പോലും ഒരു ഇബാദത്തിൽ പോലും ആളുകൾ വെറുപ്പിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയുള്ള അല്ലാത്ത ജീവിതത്തിൽ എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവങ്ങൾ ഇന്ന് പലപ്പോഴും കുട്ടികളിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അല്ലെ, മുതിർന്നവരെ ബഹുമാനിക്കില്ല, എല്ലാവരെയും വെറുപ്പിച്ച് അവരെ ദ്രോഹിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാതെ നമ്മുടെ മക്കളെ ആ നല്ല സ്വഭാവങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാകണം. ഇന്നല്ലാഹു യുഹിബ്ബുർ റിഫ്ക ഫി അംരി കുല്ലിഹി. എല്ലാ കാര്യത്തിലും ഒരു ദയ, റിഫ്ക് എന്ന് പറഞ്ഞാൽ ദയ ഉണ്ടാവുക, ആ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുക. ഈ ഒരു സ്വഭാവവും ഇങ്ങനെ എല്ലാ നിലക്കും ഒരു സ്വഭാവ സംസ്കരണം ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാകണം. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തബാറക വ തആല വകം മിമ്മൻ അഷ്ഖാ വലദഹു ഫിൽദതൻ കബദിഹി ഫിദ് ദുനിയ വൽ ആഖിറ. അദ്ദേഹം പറയാണ്, എത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാരുണ്യത്തിൽ, അവരുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അതുപോലെ തന്നെ കുട്ടികളുടെ ഇച്ഛയ്ക്കനുസരിച്ചുകൊണ്ട് അവരുടെ താല്പര്യത്തിന് സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും ദൗർഭാഗ്യവന്മാരാക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഇബ്നു ഖയ്യിമിന്റെ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. നമ്മൾക്ക് മക്കളോട് ദയയാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്ക് നല്ല ഉപദേശങ്ങൾ കിട്ടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ, വെക്കേഷനുകളൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന, അവരെ ദൗർഭാഗ്യവന്മാരായി വളർത്തിക്കൊണ്ടിരിക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഒരു ഗൗരവത്തിൽ നമ്മുടെ മക്കളുടെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളാണ് അവർക്കൊരു റോൾ മോഡൽ ആകേണ്ടത്. നമ്മൾ അവർക്ക് മാതൃകയായി മാറണം. റോൾ ഓഫ് പേരൻസിന്റെ മാതൃക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉപദേശകർ മാത്രമായി മാറരുത്. കുട്ടികളോട് നമസ്കരിക്കടാ, നോമ്പെടുക്കടാ, കള്ളം പറയല്ലടാ, ഇങ്ങനെ പറയുന്നത്, ആ പറയുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ നോമ്പെടുക്കണവരാണോ എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ സംസാരിക്കുമ്പോൾ കള്ളം പറയാത്തവരാണോ എന്ന് ചിന്തിക്കണം. നമ്മളെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണ്ട, നിങ്ങളുടെ മക്കൾക്ക് ബിൽ ഖൗലി വൽ ഫിഅല്, സിദ്ഖ്, സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഖൗലിലും ഫിഅലിലുമെല്ലാം നിങ്ങളുടെ മക്കളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയാതിരിക്കുക, അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ നിങ്ങൾ ലംഘിക്കാതിരിക്കുക,
അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കാതിരുന്നാൽ, വാഗ്ദാനങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും അതുപോലെയായി മാറും. അതുകൊണ്ട് നിങ്ങൾ മക്കളെ തർബിയത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയാകണം എന്നതാണ് ഒന്നാമത്തെ വിഷയം. അതുകൊണ്ടാണ് ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹിമഹുള്ള പറയുന്നത്, സന്താനങ്ങളെ, കുട്ടികളെ മര്യാദകൾ പഠിപ്പിക്കുമ്പോൾ ആ സന്താനങ്ങളോട് മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രഥമമായ സംസ്കരണം എന്ന് പറയുന്നത് നിങ്ങൾ അവ്വലു ഇസ്ലാഹിക്ക, നിങ്ങളുടെ ഏറ്റവും പ്രഥമമായ സംസ്കരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തത്തെ നന്നാക്കുക എന്നുള്ളതാണ്. നമ്മൾ നന്നാവുക എന്നതാണ്. കാരണം അവരുടെ ആ കുട്ടികളുടെ നയനങ്ങൾ നിങ്ങളുടെ മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അടുക്കലെ നന്മ നിങ്ങൾ ചെയ്യുന്നതാണ്, അവരുടെ അടുക്കലെ തിന്മ നിങ്ങൾ ചെയ്യാത്തതാണ്. നമ്മൾ ചെയ്യുന്നത് നന്മയാണെന്നാണ് അവർ വിചാരിക്കുക, നമ്മൾ ചെയ്യാത്തത് തിന്മയാണെന്നാണ് അവർ കാണുക. ചെറുപ്രായത്തിലെ അത് കണ്ടുകൊണ്ടാണ് അവൾ വളർന്നു വരിക എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് അവരുടെ കണ്ണുകൾ അവരുടെ റോൾ മോഡലായി അവരുടെ പിതാവും മാതാവും ഉണ്ടാകും എന്ന കാര്യം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. അതിന് മാതൃക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? ഈ ഉമ്മത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന്റെ പണ്ഡിതൻ എന്ന് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ആ മനുഷ്യൻ അങ്ങനെ വളർന്നു വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെയാണ് എന്ത് ചെയ്യുക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുക. ഒരിക്കൽ വാഹനത്തിന്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ഗുലാം, ആ മോനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ചില കലിമത്തുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇഹ്ഫദുല്ലാഹ യഹ്ഫദുക. ആ കലിമത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങുമാർ ഉപദേശം കൊടുക്കണം പ്രവാചകൻ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക മോനെ. നമ്മളാലോചിക്കുന്ന കുട്ടിക്ക് എന്തിനാ ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും പറഞ്ഞു കൊടുക്കുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ കാക്കും. അള്ളാഹുവിനെ, അതുപോലെ തന്നെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നീ ചോദിക്കുന്നതിന് ഉത്തരം നൽകാൻ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും, എന്തുണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കൂ, അള്ളാഹു നിനക്ക് ഉത്തരം നൽകും. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കൂ, അള്ളാഹു നിനക്ക് ഉത്തരം നൽകും. واعلم ان الامه لو اجتمعت على ينفعوك بشيء لن ينفعوك الا بشيء كتبه الله لك. എല്ലാവരും, നിന്റെ സമൂഹത്തിലുള്ള നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാർ, എല്ലാവരും ഒരുമിച്ച് കൂട്ടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു. അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ, മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക, അള്ളാഹു തീരുമാനിക്കാതെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താത്ത ഒന്നും അത് സംഭവിക്കുകയില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫു, പേനകൾ ഉയർത്തപ്പെട്ടു, താളുകൾ ഉണങ്ങി എന്ന് പ്രവാചകന്റെ ഉപദേശം. നോക്കൂ സഹോദരങ്ങളെ, തൗഹീദ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഇങ്ങനെ വളർന്നു വന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആരായി മാറി എന്നത് നമുക്കറിയാം. നമ്മുടെ മക്കളുടെ അതോടൊപ്പം സഹോദരങ്ങളെ അത്തരം ഉപദേശങ്ങൾ തൗഹീദ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു അല്ലാത്തവരേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയിലേക്ക് പോകുന്ന, തവക്കുലും തൗഹീദും ഇല്ലാത്ത ഒരു ജനവിഭാഗം നമ്മുടെ നാടുകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ അപകടമാണ്, അത് നരകത്തിന്റെ വഴിയാണ്. ഇല്ലേ, അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കടന്നു പോവുകയാണ്. നിസാര പ്രശ്നങ്ങൾ പോലും മക്ബറുകളിലേക്ക് പോയി പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നും മന്ത്രവാദത്തിന്റെ പിന്നാലെയും ഒക്കെ പോയി ജീവിതം ഹോമിച്ചു കൊണ്ടിരിക്കുന്ന, അറിവില്ലാത്ത, തൗഹീദില്ലാത്ത ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ആ ഒരു തലത്തിൽ വളർന്നു വരാൻ പാടില്ല. അവരെ ചെറുപ്രായത്തിൽ തന്നെ തൗഹീദ് അവരുടെ മനസ്സുകളിലേക്ക് ഉറപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാനും സമയം കണ്ടെത്താനും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു പിതാവിന്റെ അടുത്ത് വന്ന് വല്ലാതെ മനസ്സ് വിങ്ങിപ്പൊട്ടി കരയാണ്. ആ മനുഷ്യൻ പറയുന്നത്, 10-20 കൊല്ലം ഞാൻ ഗൾഫിലായിരുന്നു, വല്ലതാതെ കഷ്ടപ്പെട്ടു, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഇടയ്ക്കൊന്ന് വന്നാൽ ഒരു മാസമൊക്കെ വന്ന് വീട്ടിൽ നിൽക്കും, എന്നിട്ട് തിരിച്ചു പോകും. ആ സഹോദരന്റെ മകൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കായിരുന്നു. അവിടെ നിന്ന് ഫോൺ വേണമെന്ന് പറയുമ്പോൾ ഫോൺ അയച്ചു കൊടുക്കും, ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ലാപ്ടോപ്പ് കൊടുത്തു, കാർ വേണമെന്ന് പറഞ്ഞു, വാഹനം, ആദ്യം സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു, പിന്നീട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, എവിടൊക്കെ അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു അതിനൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഇപ്പൊ നാട്ടിൽ വന്നപ്പോൾ ആ മകൾക്ക് ഉപ്പാന വേണ്ട, ആ മകള് ഉപ്പയ്ക്കെതിരെ നിസാരപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ ആളുമായി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടിയ ഒരു പിതാവ് ഇന്നലെ എന്റെ മുന്നിൽ സംസാരിച്ചത് സഹോദരങ്ങളെ എത്ര ഗൗരവമാണ് നമ്മൾ ആലോചിക്കണം. മക്കളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ വലിയ ഉദ്യോഗസ്ഥരായിരിക്കും, ജോലിക്കാരായിരിക്കും, വലിയ തിരക്കായിരിക്കും, അങ്ങനെ ഇതിന്റെ പിന്നാലെ പോകും. നമ്മുടെ മക്കളോടൊപ്പം ഇരിക്കാനും അവരെ വാത്സല്യിക്കാനും ഒന്നും നമുക്ക് സമയമില്ല. പണമൊക്കെ ചെലവാക്കും.
പക്ഷെ അവസാനം മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സാഹചര്യം, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്, നമ്മളുടെ മക്കളോടൊപ്പമുള്ള ഒരു ഇന്ററാക്ഷൻ നമുക്ക് എന്തായാലും തീർച്ചയായും ഉണ്ടാകണം. അവധിക്കാലത്തെങ്കിലും നമ്മുടെ മക്കളോടൊപ്പം സമയം കണ്ടെത്തണം, അവരുടെ കാര്യങ്ങൾ ചോദിക്കണം, അവരോട് സംസാരിക്കണം, അവരെ സ്നേഹിക്കണം. ആ നിലക്ക് പരിചരിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ നമുക്കതിന് മാതൃകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, എന്റെ ഇരു ചെവികൾ കൊണ്ട് ഞാൻ കേൾക്കുകയുണ്ടായി, എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയുണ്ടായി. പ്രവാചകന്റെ പ്രിയപ്പെട്ട ആ പിഞ്ചുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ അവരെ ഇങ്ങനെ പ്രവാചകന്റെ ഇരു കൈകൾ കൊണ്ട് കൈ ഇങ്ങനെ ചേർത്തു പിടിക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ കാലുകൾ പ്രവാചകന്റെ കാലിന്റെ മുകളിൽ വെക്കുമായിരുന്നു. എന്നിട്ട് അവരോട് നടക്കാൻ പറയും. അവരിങ്ങനെ നടന്ന് നടന്ന് പ്രവാചകന്റെ നെഞ്ചകത്തേക്ക് ചവിട്ടിക്കയറുമായിരുന്നു. പ്രവാചകൻ അവരോട് പറയും, നിങ്ങളുടെ വായ തുറക്കാൻ പറയും. പ്രവാചകൻ അവരെ ചുംബിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ മക്കളെ ഞാൻ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവേ നീ ഇവരെ ഇഷ്ടപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ കുട്ടികളോട് തമാശ പറയുക, അവരെ ചിരിപ്പിക്കുക, സന്തോഷിക്കുക, നല്ല യാത്രകൾ കൊണ്ടുപോവുക, അങ്ങനെ അവരുമായി നല്ല ബന്ധമുണ്ടാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. തമാശകളൊക്കെ കൂടുതൽ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമ്മു സുലൈമിനെ പ്രവാചകൻ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവരിൽ അബൂ തൽഹയിൽ ഉണ്ടായ അബൂ ഉമൈർ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പ്രവാചകന് വലിയ ഇഷ്ടമായിരുന്നു. പ്രവാചകൻ ഇടയ്ക്ക് പോയി ആ കുട്ടിയെ അവനെ ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ അവനെ കാണാൻ പോയപ്പോൾ, ചെറിയ കുട്ടിയാണ്, ആരാ പോകുന്നത്? ലോകത്തിന്റെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പോകുന്നത്. പ്രവാചകൻ ചെന്നപ്പോൾ അവരിങ്ങനെ ദുഃഖിതനായിരിക്കുക. എന്താണ് നീ? അബൂ ഉമൈർ എന്ന് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നു പറയുമ്പോൾ, എനിക്കൊരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു, അത് ചത്തുപോയി എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, നീ എന്താണ് അതിനെ ചെയ്തത് എന്ന് പറഞ്ഞൊരു തമാശ പറഞ്ഞുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുന്ന, ആ ആശ്വാസം നൽകുന്ന പ്രവാചകന്റെ ഈ ചരിത്രം മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഇമാം ബുഖാരിയുടെ ശർഹ് എഴുതിയപ്പോൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, കുട്ടികളോട് തമാശ പറയാൻ ഇതിൽ നിന്ന് ദലീലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോട് തമാശകൾ പറയണം, അവരെ ചിരിപ്പിക്കണം. എപ്പോഴും ദേഷിച്ചും കണ്ണുകൂർപ്പിച്ചും കണ്ണു ചുമപ്പിച്ചും അവരെ പേടിപ്പിക്കുന്ന തർബിയത്തല്ല ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഇന്റർനെറ്റിന്റെ ഉപയോഗം. ഈ കാലത്ത് അതും നമ്മൾ പ്രധാനമായും പറയേണ്ടതാണ്. പൂർണ്ണമായും പിടിച്ചു വാങ്ങാനൊന്നും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. ഇല്ലെ, ഓൺലൈൻ ക്ലാസ്സുകളും അത്തരം പഠനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒരു കൃത്യമായ ഒരു സ്ക്രീൻ ടൈം ഒക്കെ കൃത്യമായി വെക്കാനുള്ള ശ്രമം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒരുപാട് ഗെയിമുകളിലേക്കൊക്കെ കുട്ടികൾ പോവുകയാണ്. പബ്ജി, അതുപോലെ പലതരത്തിലുള്ള ഫ്രീ ഫയർ, അങ്ങനെയൊക്കെയുള്ള ഗെയിമുകൾ, ആളുകളെ കൊല്ലുന്ന, അല്ലെ വെടിവെക്കുന്ന, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ എന്തുണ്ടാവാം? അല്ലെ, വെടിയോടും തോക്കിനോടും രക്തത്തോടും കത്തിയോടും ഒന്നും ഒരു പ്രശ്നവുമില്ല. അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ പ്രായമുള്ള ആളുകളാണ് കത്തിയും കടാരയും ഒക്കെ ആയിട്ട് തോട്ടയും ഒക്കെ ആയി നടന്നിട്ട് ആളുകളെ മുട്ട് അടിച്ചൊടിച്ച് എന്ത് ക്രൂരമായും ഉപദ്രവിക്കാൻ ഒരു മടിയുമില്ലാത്ത യുവാക്കളുടെ ചിത്രങ്ങൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നടു റോഡിൽ പോലും കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഇവരുടെ മനസ്സ് എന്താണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്, കല്ലുപോലെ ആയിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ ലഹരികളിലേക്ക് ഇറങ്ങിച്ചെന്ന് സിനിമകളിൽ നിന്ന് എല്ലാം ആവേശം ഉൾക്കൊണ്ട് ഇത്തരം അപകടങ്ങളിലേക്ക് പോകണം. അങ്ങനെ സംഭവം നടന്ന സ്ഥലത്താണ് ഇന്നലെ കുറെ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വടിവാളുമായി ഇങ്ങനെ റീല് ചിത്രീകരിക്കാൻ വേണ്ടി ബൈക്കുകളിൽ കറങ്ങി നടന്ന് ഇന്നലെ കേസെടുത്ത വാർത്ത ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താ ഇത് സംഭവിക്കുന്നത് സഹോദരങ്ങളെ? ഇത്തരം ഗെയിമുകളിലേക്കും ഇത്തരം അപകടങ്ങളിലേക്കും ഒക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നതിനെ വളരെ കൃത്യമായി സൂക്ഷിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. സമയം വെറുതെ കളയാൻ പാടില്ല. ഒന്നുകിൽ ദുനിയാവിന് വേണ്ടിയെങ്കിലും ഉപയോഗിക്കണം, ആഖിറത്തിന് വേണ്ടി ഒന്നാമതായി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഇത് രണ്ടുമില്ലാതെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് പറയാം, തീർച്ചയായും ഒഴിവ് സമയം ഉണ്ടായിട്ടും ഇഹലോകത്തിനും പരലോകത്തിനും യാതൊരു പ്രയോജനവും ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനോട് കഠിനമായി കോപമുള്ളവനാണ് ഞാൻ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. തിന്മകളെ തടുക്കാനുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ പറഞ്ഞതാണ്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കണം. അതിന് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് തടുക്കണം. അതുമില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അതാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വദാലിക അദ്അഫുൽ ഈമാൻ എന്ന് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മളുടെ മക്കളെ എപ്പോഴും ചേർത്ത് പിടിക്കുക. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ്
പലരും തെറ്റുകളിലേക്ക് പോകുന്നത്. രഹസ്യ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ പല തെറ്റുകളും കുട്ടികളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ലഹരിയുടെ പിടുത്തത്തിലേക്ക് പോകും, അവിഹിതമായ മറ്റു ബന്ധങ്ങളിലേക്ക് പോകും. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വഴിമാറ്റി ദീനിയായ ഒരു തർബീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പ്രിയമുള്ള സഹോദരങ്ങളെ ഉണ്ടാകണം. അതോടൊപ്പം ദീനിയായ ക്ലാസുകൾക്കുമുള്ള സാഹചര്യങ്ങളെ ഒരുക്കി ഖുതുബയ്ക്ക് കൊണ്ടുവരിക, മതപഠനങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ചില മാതാപിതാക്കൾ എന്ന് പറയാറുണ്ട്, എങ്ങനെയാണ് മക്കളെ വളർത്തിക്കൊണ്ട്, എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്, അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. മഹാനായ ഇബ്നു ജൗസി റഹിമഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട്. സലഫുകൾ ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്തുന്നത് അവരെ ആദ്യം ഖുർആൻ പഠിപ്പിക്കും, ഹിഫ്ള് പഠിപ്പിക്കും, അതുപോലെ തന്നെ അവരെ ഹദീസുകൾ കേൾപ്പിക്കും, പ്രവാചക ചരിത്രങ്ങൾ കേൾപ്പിക്കും. ഇതൊരു തർബീയത്തിന്റെ ഒന്നാമത്തെ രൂപമാണ്. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഖുർആൻ ഹിഫ്ള് മനഃപ്പാഠമാക്കാൻ ശ്രമിപ്പിക്കുക. അതുപോലെ തന്നെ ഹദീസുകൾ ധാരാളമായി കേൾപ്പിക്കുകയും ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ അവന്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടുത്തുക എന്നതാണ് മഹാനായ ഇബ്നു ജൗസി റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണുന്നത്. അതിനുതകുന്ന മോറൽ ക്ലാസുകളുണ്ട്, MSMന്റെ സമ്മർ വെക്കേഷൻ ക്യാമ്പുകളുണ്ട്, MSM മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മുടെ നാടുകളിലും പള്ളികളിലും സംഘടിപ്പിക്കുക, മദ്രസകളിൽ സംഘടിപ്പിക്കുക. ആ നിലയ്ക്കുള്ള പരിപാടികളുമൊക്കെയായി മുന്നോട്ട് പോകാൻ ബാക്കിയുള്ളവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ റിസൾട്ട് വരുമ്പോൾ പുതിയ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ആരാധനയ്ക്കുള്ള സൗകര്യവും അതുപോലെ തന്നെ മതപഠനത്തിനുള്ള സാഹചര്യവും ഒക്കെ ഉറപ്പുവരുത്തുക. ദീനിയായ പഠനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ആ നിലയ്ക്ക് മുന്നോട്ട് പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സൂചിപ്പിക്കുകയാണ്, കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. നമ്മുടെ മക്കൾ പോകുന്ന കൂട്ടുകെട്ട്, പലപ്പോഴും കൂട്ടുകെട്ടിൽ പോയിട്ടാണ് പലരും മോശം വരാം. നല്ല കുട്ടികളായിരിക്കും, പക്ഷേ പല തെറ്റുകളും കുട്ടികൾക്ക് സംഭവിക്കുന്നത് കൂട്ടുകാരോടൊപ്പം കൂടി ആദ്യമൊന്നും ചെയ്യില്ല, പിന്നീട് അതിങ്ങനെ അതിന്റെ ആളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യൗമ യഅ്ദു അലിമു അലാ യദൈഹി, നാളെ കൈകടിക്കുന്ന ഒരു ദിവസം വരും, അന്ന് ഇന്ന കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിക്കുമെന്നാണ്. പ്രവാചകൻ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മയുഖാലിൽ, ഓരോ മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവുക, തർബിയത്ത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ ഏറ്റവും കൂടുതൽ പേര് പരാമർശിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമയുടെ മാതാവ് മറിയം അലൈഹിസ്സലാം. മറിയം ബിബിയുടെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും മറിയം ബീവിയെ കുറിച്ചും ഒക്കെ ലോകത്ത് പല വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ജൂതന്മാരുടെ വിശ്വാസം ഈസാ നബി ഒരു ജാരസന്തതിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നസാറാക്കളാണെങ്കിൽ ഈസാ നബി ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ദൂതനും മഹാനായ ഒരു പ്രവാചകനുമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ തെറ്റായി വിശ്വസിക്കുന്ന ഈ ലോകത്ത് യഥാർത്ഥ വിശ്വാസം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വിശ്വാസികളും അത് മനസ്സിലാക്കണം. പ്രവാചകൻ ഈസാ നബിയുടെ ജനനം, അദ്ദേഹത്തിന്റെ മുഅ്ജിസത്തുകൾ, അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയത്, ഈസാ നബി അലൈഹി സ്വലാം വീണ്ടും ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത്, ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. പുരുഷ സ്പർശമില്ലാതെ മറിയം ബീവിയിൽ ഉണ്ടായ മഹാനായ പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. സൂറത്തു മറിയമിലും സൂറത്തു ആൽ ഇംറാനിന്റെ അവസാന ഭാഗത്തുമൊക്കെ വളരെ വിശദമായി അക്കാര്യം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പലരും മറിയം ബീവിയെ പരിഹസിച്ചപ്പോൾ ഫഅശാറത്തു ഇലൈഹി, തൊട്ടിൽ കടന്നുകൊണ്ട് തന്നെ സംസാരിച്ച് അത്ഭുതം കാണിച്ച് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമയുടെ ആ മുഅ്ജിസത്ത് അവിടെ പ്രകടമായത് പരിശുദ്ധ ഖുർആനിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം ഉലിൽ അസ്മുകളിൽപ്പെട്ട ഒരു പ്രവാചകനായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈസാ നബിയെ പരിശുദ്ധ ഖുർആൻ ഈസ ബിൻ മറിയം എന്ന് അൽ മസീഹ് എന്ന് ഏകദേശം 10ഓളം തവണ ഖുർആനിൽ അൽ മസീഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. കെലിമത്തുല്ലാ, റൂഹുല്ലാ, കെലിമത്തുല്ലാ എന്ന് പറയുന്നത് 3 തവണ ഖുർആൻ ഉപയോഗിച്ച പദമാണ്. റൂഹുല്ലാ എന്ന നിലക്കൊക്കെ ആ പ്രവാചകനെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈസാ നബി അലൈഹി സ്വലാമയ്ക്ക് ധാരാളം മുഅ്ജിസത്തുകളുണ്ട്. തൊട്ടിൽ വെച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ കളിമൺ പ്രതിമയ്ക്ക് ജീവൻ നൽകിയത്, വെള്ളപ്പാണ്ട് ചികിത്സിച്ചു മാറ്റിയത്, മരിച്ചവരെ ജീവിപ്പിച്ചത്, എന്തു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ,
വിശദമായി ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലും തഫ്സീറുകളിലും നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇസ്രായേലിയരുടെ ഒരു സ്വഭാവമായിരുന്നു അവരിലേക്ക് വരുന്ന പ്രവാചകന്മാരെ വധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവർ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് എന്തു സംഭവിച്ചു എന്നത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. വഖൗലിഹിം ഇന്നാ ഖതൽന മസീഹ ഈസ ഇബ്നു മറിയമ റസൂലുള്ളാഹ് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ഒരിക്കലും ഈസാ നബി മരിച്ചിട്ടില്ല. വമാ ഖതലൂഹു വമാ സ്വലബൂഹു, ക്രൂശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യപ്പെടുത്തി തോന്നുക മാത്രമാണ് ചെയ്തത്. അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു. എന്നാൽ അല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കുൻ മിൻഹു, പലരും ഊഹാപോഹങ്ങളിലും വന്നുകളിലും വമാലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഉ വന്ന്, അവർ ഊഹാപോഹങ്ങളിലും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളിലും ഒക്കെ പെട്ടുപോയി വഴി പിഴച്ചു പോയിരിക്കുകയാണ്. ഒമാ ഖതലൂഹു യഖീന, ഈസാ നബി മരിച്ചിട്ടില്ല എന്നത് ഓരോ വിശ്വാസിയും വിശ്വസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ആ ഈസാ നബി അലൈഹി സ്വലാം ഇൻഷാ അല്ലാഹ് ഇറങ്ങി വരും. വ ഇന്നഹു ലഇൽമു ലിസ്സാഅ, അവിടെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാം ഖിയാമത്ത് നാൾ അടുക്കുന്നതോടും ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും ഇവിടെ ഭരണം നടത്തുമെന്നും ഒക്കെ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഇറങ്ങുന്ന സ്ഥലം വരെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. ദമസ്കസിലെ ആ വെള്ള മിനാരത്തിൽ യൻസിലു ഇൻദൽ മനാറത്തിൽ ബൈദാഇ ശർഖി ദിമഷ്ക്, ദിമഷ്കിലെ ആ വെള്ള മിനാരത്തിലാണ് ഇറങ്ങുക എന്നും അവിടുത്തെ ആളുകൾ ഇന്ന് നമുക്കറിയാം സംസാരിക്കുന്നത് അറാമിക് ഭാഷയാണ്, ഈസാ നബിയുടെ ഭാഷയാണ് സംസാരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയം അത് പ്രവാചകൻ പറഞ്ഞു, ഇത് നസല അലൈഹിം ഈസ ഇബ്നു മറിയമ സുബഹ്, സുബഹിയുടെ സമയത്താണ് ഇറങ്ങുക എന്നും അദ്ദേഹം ദജ്ജാലിനെ കൊല്ലുമെന്നും ഒക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഈസാ നബി അലൈഹി സ്വലാമിനെ ക്രൂശിൽ തറച്ചു, അതുപോലെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നിലക്ക് ഗുഡ് ഫ്രൈഡേ ഒക്കെ ആചരിക്കുന്നവരുണ്ടാവും. ഇത്തരം കാര്യങ്ങളുമായിട്ടൊന്നും ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. ഈസാ നബി ആരാധിക്കുന്ന ആളുകളുണ്ട്, ഈസാ നബി ദൈവപുത്രനാണെന്ന് വാദിക്കുന്നവരുണ്ട്, തൃത്വത്തിൽ വാദിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പറഞ്ഞത് അള്ളാഹു ഒരിക്കലും സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. ഖാലുത്തഖദർ റഹ്മാനു വലദ ലഖദ് ജഇതും ശൈഅൻ ഇദ്ദ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണത്. അതുമായി യാതൊരു ആഘോഷമാണെങ്കിലും ഏത് ആചാരങ്ങളാണെങ്കിലും സഹകരിക്കാനോ ഒന്നും പാടില്ല. കാരണം പ്രവാചകൻ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ വഹുവ മിൻഹും, ആരെങ്കിലുമായി അത്തരം ആളുകളുമായി സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അക്കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ കച്ചവടത്തിലും ജോലിയിലും എല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലേന്തി ഖുർആൻ പാഠപുസ്തകം വാങ്ങാത്തവരുണ്ടെങ്കിൽ അത് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചകളിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് ലഭിക്കും. നവംബറിലാണ് എക്സാം ഉള്ളത്. വളരെ കുറച്ച് പഠിക്കാൻ കഴിയുന്നതാണ്. ഖുർആന്റെ അഹ്ലുകാരാകാൻ ഇനിയും ആരെങ്കിലും ചേരാനുണ്ടെങ്കിൽ ചേരുക. അതുപോലെ അത് ചേർന്ന ആളുകൾ അതിന്റെ പുസ്തകം വാങ്ങണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ റമദാൻ ക്വിസ് ചോദ്യ കടലാസ് ഇതുവരെ ലഭിക്കാത്തവർക്കായി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതും കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു സഹോദരൻ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹോദരന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരന് ശിഫാവിന് ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹുവെ അവർക്ക് നിർഭയത്വവും അമ്നിനെയും അതുപോലെ വിശപ്പിനുള്ള ഭക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വതന്ത്രമായ രാജ്യത്തെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലു സുന്നയുടെ ശത്രുക്കളെ അള്ളാഹുവെ നീ അമ്പെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.